വെൽക്കം ബാക്ക് ടു നാറ്റമി. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു ലൈവ് ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഹിസ്റ്ററിയുമായിട്ടാണ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകാല ക്ലാസ്സുകളിൽ കൃത്യമായിട്ടുള്ള മുൻ ചാപ്റ്ററുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഭാഗങ്ങളിലുള്ള കുറച്ച് ചാപ്റ്ററുകളാണ്. നമുക്കറിയാം ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് 30 മുതലുള്ള ചാപ്റ്ററുകളൊക്കെ ഓപ്ഷണൽ മൊഡ്യൂളുകളിൽ വരുന്ന ഭാഗങ്ങളാണ്. അതിൽ തന്നെ പാർട്ട് എ, പാർട്ട് ബി എന്നുള്ള ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് മെയിൻലി ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്യുന്ന ചാപ്റ്റർ എന്നുള്ളത് ഇയർലി സ്റ്റേറ്റ് എന്നുള്ളത് ആദ്യകാല സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഇന്ത്യയിൽ വന്നിട്ടുള്ള എന്ന് വെച്ചാൽ നമുക്കറിയാം 16 മഹാജനപദങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അവയെ കുറിച്ചാണ് നമ്മൾ എന്തെങ്കിലും മെയിനായിട്ട് ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾക്കറിയാം ഈ ഒരു ലൈവ് ക്ലാസ്സിൽ മെയിനായിട്ട് ചർച്ച വരുന്നത് നമ്മൾ എന്താണ് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്കും കാര്യങ്ങളും അറിയിക്കുക. അതുപോലെ തന്നെ എന്താണ് ഡൗട്ട്സും കാര്യങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് ചാപ്റ്റർ 30 ഇയർലി സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ദ റോഡ് ദ അർത്ഥശാസ്ത്ര എന്ന് വെച്ചാൽ അർത്ഥശാസ്ത്ര എന്നുള്ളത് ആരാണ് എഴുതിയത് എന്നുള്ള ഇങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ശാസ്ത്രം എഴുതിയത് ആരാണ്, കൗടില്യനാണ്. കൗടില്യൻ എന്നാണ് നമ്മൾ ഈ ഒരു അർത്ഥശാസ്ത്രത്തിന് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻസ് നോക്കൂ. 8 നൂറ്റാണ്ടുകളിലെ കുമാർ എന്ന പേര് എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ രാജകീയ കുമാരന്മാരുടെ ഒരു പേരുകൾക്കാണ് എന്തിന്റെ ഈ കുമാർ എന്നുള്ളത് പേര് എന്ത് ചെയ്ത് വന്നിരുന്നുള്ളതാണ്. മെഗസ്തീനീസ് ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മൗര്യ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു ആര്, മെഗസ്തീനസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൗര്യ കാലഘട്ടത്തിലെ 4 പ്രവിശ്യ തലസ്ഥാനങ്ങളുടെ പേര് നൽകുക എന്നുള്ളതാണ്. അപ്പോ മെയിനായിട്ട് വരുന്നത് 4 തലസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തോസാലി, അതുപോലെ തന്നെ ഉജ്ജയിൻ, സുവർണഗിരി, അതുപോലെ തന്നെ 4 ദക്ഷില എന്നിങ്ങനെ 4 മെയിനായിട്ടുള്ള തലസ്ഥാനങ്ങളാണ് നമ്മൾ എന്തത് ഈ മൗര്യ കാലഘട്ടത്തിൽ വന്നിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ മെഗസ്തീനസിന്റെ അഭിപ്രായത്തിൽ സാമ്രാജ്യത്തിന്റെ സൈന്യത്തിന്റെയും ശക്തി എന്തായിരുന്നു എന്നുള്ളതാണ്. മെഗസ്തീനസിന്റെ അഭിപ്രായത്തിൽ സാമ്രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ശക്തി എന്നുള്ളത് ഏകദേശം 6 ലക്ഷം കാലാൾപ്പടയും അതുപോലെ 3000 കുതിരപ്പട, അതുപോലെ തന്നെ 900 ആനകൾ, ഇങ്ങനെ 9,000 ആനകൾ എന്നിങ്ങനെയായിരുന്നു അന്ന് ഈ ഒരു കാലഘട്ടത്തിലെ സൈന്യത്തിന്റെ പടകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്നതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസുകളാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. 4-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ഡാഷ് എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നു, ആ ഗുപ്ത സാമ്രാജ്യമായിരുന്നു 4-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്നുള്ളത്. അതുപോലെ തന്നെ the third kings dash took the title of dash എന്നുള്ളതാണ്. എന്നുവെച്ചാൽ 3-മതായിട്ടുള്ള വന്ന രാജാവ് അദ്ദേഹം എന്താണ് സ്വീകരിച്ചത്, എന്ത് പദവിയാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നുള്ളത്. നമ്മൾക്കറിയാം ചന്ദ്രഗുപ്തൻ 1-മൻ, 2-മൻ, 3-മൻ. അപ്പൊ എന്താണ് ചന്ദ്രഗുപ്ത 1-മൻ മഹാരാജാദി രാജ എന്നുള്ളതാണ് എന്ന പദമാണിത്, അല്ലെങ്കിൽ എന്ന ഒരു ടൈറ്റിലാണ് അദ്ദേഹം എന്ത് സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതുപോലെ സമുദ്രഗുപ്തന്റെ പിൻഗാമി ആരായിരുന്നു, ചന്ദ്രഗുപ്തൻ 2-മനായിരുന്നു സമുദ്രഗുപ്തന്റെ പിൻഗാമി എന്ന് പറയുന്നത്. അതുപോലെ ഫഹാഫ് എന്ന അസിയൻ ഡാഷിന്റെ സമകാലികനായ ഒരു ഡാഷ് സന്യാസി ആയിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അദ്ദേഹം സഞ്ചരിച്ചതിന്റെ ധാരണയുടെ ഒരു വിവരണം നൽകുക എന്നുള്ളത്. അദ്ദേഹം ഒരു ചൈനീസ് സമകാലികനായ ഒരു ബുദ്ധമത സന്യാസി കൂടി ആയിരുന്നു ആര്, ഈ പറയുന്ന ഫാസിയൻ എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പോ ഈ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇതിനിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ വിജയവാഡയുടെ ഭരണകാലത്ത് ചോളശക്തിയുടെ കേന്ദ്രം തഞ്ചാവൂർ ആയിരുന്നു അല്ലെ എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, രാജാതിരാജ 1-മന്റെ മകൻ രാജേന്ദ്രൻ ഡാഷ് മുതൽ തന്റെ പിതാവിന്റെ ഭരണത്തിൽ പങ്കുകൊള്ളായത് 1012 മുതൽ എന്ത് ചെയ്തു, തന്റെ പിതാവിന്റെ ഭരണത്തിൽ എന്ത് ചെയ്തു, മകൻ രാജേന്ദ്രൻ എന്ത് ചെയ്തു, പങ്കുകൊണ്ടു എന്നുള്ളതാണ്. ഉത്തരമേരൂർ ക്ഷേത്രത്തിലെ BC ഡാഷ് നൂറ്റാണ്ടിലെ ഒരു ലിഖിതം തദ്ദേശീയ കൗൺസിലിന്റെ ഭരണഘടന എന്ത് ചെയ്തു വിവരിക്കുന്നുണ്ട്. അതാണ് 8-ാം നൂറ്റാണ്ടിലെ ഈ ഒരു ഘടന ലിഖിതം തന്റെ ദേശീയ ഇതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് വിശാലമായിട്ടുള്ള വിശദീകരിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം
പ്രവേശിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് രാജ്യത്വം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്വം എന്നതിന്റെ ആശയം എങ്ങനെയാണ് വളർന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ രാജാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജാവായിരിക്കുന്ന അവസ്ഥ എന്നാണ്. നമുക്കറിയാം പുതിയ രാജ്യങ്ങൾ, ഉദാഹരണത്തിന് എന്താണ്, ഇപ്പൊ നമുക്കറിയാം അന്നുണ്ടായിരുന്ന ചോളർ അല്ലെ, അതുപോലെ ചേരൻ, പാണ്ഡ്യന്മാർ എന്നിവരുടെ മേധാവിത്വങ്ങളാണ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഇവര് ഈ രാജ്യങ്ങൾ ഉയർന്നു വന്നപ്പോഴും അവ സ്ഥിരതയുള്ളതും സമ്പന്നവുമാണെന്ന് തെളിഞ്ഞപ്പോഴും രാജ്യത്വം എന്ന ആശയം എന്തു ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ ശതവാഹനന്മാരും ശകരും ഉൾപ്പെടുന്ന നിരവധി പ്രഭുക്കന്മാരും രാജാക്കന്മാരും എന്തു രൂപകൾ ഇതിന് വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ രാജ്യങ്ങൾ സ്ഥാപിച്ചു. അവരുടെ സാമൂഹിക ഉത്ഭവം പലപ്പോഴും അവ്യക്തമായിരുന്നു. പക്ഷെ അവർ അധികാരം നേടിക്കഴിഞ്ഞാൽ അവർ പലവിധത്തിൽ സാമൂഹിക പദവി അവകാശപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു രാജ്യത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും അത് എങ്ങനെ വളർന്നു എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻസ് നോക്കൂ. റിപ്പബ്ലിക്കൻ മഹാജനപദങ്ങളും രാജവാഴ്ച മഹാജനപദങ്ങളും തമ്മിലുള്ള വേർതിരിവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ റിപ്പബ്ലിക്കൻ മഹാജനപദങ്ങളിൽ നമ്മൾ രാജാവിനെ രാജാക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. സഭ എന്ന് വിളിക്കപ്പെടുന്ന അസംബ്ലികൾ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട്. അവിടെ അംഗങ്ങൾ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും പിന്നീട് ആ വിഷയം വോട്ടിനിടുകയും അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻ മഹാജനപദങ്ങളിൽ വൈദിക യാഗങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. ക്ഷത്രിയർക്ക് ശേഷം ബ്രാഹ്മണർക്ക് 2ാം സ്ഥാനമായിരുന്നു നൽകിയിരുന്നത്. അതുപോലെ തന്നെ രാജഭരണ മഹാജനപദങ്ങളിൽ രാജാവോ പ്രഭുവോ ആയിരുന്നു ആ പ്രദേശത്തിന്റെ തലവനായിട്ട് നിന്നിട്ട് ഈ രീതിയിൽ ദൈവിക ചടങ്ങുകൾക്കും അതുപോലെ ബ്രാഹ്മണർക്കും വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളതാണ്. രാജാവ് വേദയാഗങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ എന്നുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻസ് വിശാലമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മഗധ അല്ലെ, നമുക്കറിയാം ആ ഒരു 16 ജനപദങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജനപദമാണ് മഗധ. അല്ല, മഗധയുടെയും അതുപോലെ മൗര്യയുടെയും ഉദയത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം. ഡിസ്ക്രൈബ് ദ റൈസ് ഓഫ് ദ മഗധ ആൻഡ് മൗര്യ എന്നുള്ളത്. അപ്പൊ ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ അതുപോലെ തന്നെ മഗധയുടെ ഉദയത്തെ കുറിച്ച് വിവരിക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം രാജഭരണ സംസ്ഥാനത്തിൽ നിന്ന് മഗധ ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വന്നു എന്നുള്ളതാണ്. മഗധ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ ലിച്ഛാവികളുമായി നീണ്ട യുദ്ധം നടത്തുകയും അവസാനമായി അജാതശത്രു ലിച്ഛാവിയുടെ ശ്രമഫലമായി ആ മഗധ സാമ്രാജ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രദേശം ഉത്തരപഥം എന്നറിയപ്പെടുന്ന വടക്കൻ വ്യാപാര പാതയെ നിയന്ത്രിക്കുകയും അതേസമയം ദക്ഷിണപഥം എന്നറിയപ്പെടുന്ന തെക്കൻ പാത മഗധയുടെ നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വിജയങ്ങൾ കാരണം ഫലപുഷ്ടമായ നദീതടങ്ങൾ, ഇരുമ്പയിര് ഖനികൾ തുടങ്ങിയ സാമ്പത്തിക വിഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ മഗധയ്ക്ക് കഴിഞ്ഞു. കാരണം മഗധയുടെ പ്രദേശങ്ങൾ ഏറ്റവും ഇരുമ്പയിരിനാലും അതുപോലെ ഫലപുഷ്ടമായുള്ള മണ്ണിനാലും ഒക്കെ വളരെ സമ്പുഷ്ടമായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. വ്യത്യസ്ത വസ്തുക്കളുടെ ഉൽപാദനത്തിന് ആവശ്യമായ വസ്തുക്കളുടെ വിതരണം കണ്ടെത്തുന്നതിനൊക്കെ ഇതൊക്കെ കാരണമാവുകയും അങ്ങനെ സംസ്ഥാന രൂപീകരണത്തിന്റെ അടയാളങ്ങൾ തുടക്കം മഗധയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും സാമ്പത്തിക വാർത്താ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു മേഖലയിലാണ് ഈ ഒരു ഉയർച്ചയും മറ്റുമൊക്കെ വരുന്നത് എന്നുള്ളതാണ്. മൗര്യ രാജവംശം ഭരിച്ചിരുന്ന മൗര്യ സാമ്രാജ്യം പുരാതന ഇന്ത്യയിലെ ഏറ്റവും വലിയതും അതുപോലെ ശക്തവുമായ രാഷ്ട്രീയ സൈനിക സാമ്രാജ്യമായിരുന്നു എന്നുള്ളതായിരുന്നു. ആധുനിക ബീഹാറിലെയും ബംഗാളിലെയും ഇന്ത്യ ഗംഗ സമതലങ്ങളിലെയും മഗധ രാജ്യത്തിൽ നിന്നും അതുപോലെ തന്നെ അതിന്റെ തലസ്ഥാനമായുള്ള പാടലിപുത്ര ഇന്ന് ആധുനികമല്ല പാട്നയ്ക്ക് സമീപമുള്ളതാണ് ഈ ഒരു പ്രദേശം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാടലിപുത്രയും നഗരത്തിന്റെ ഉത്ഭവിച്ച ഈ സാമ്രാജ്യം BC 322 ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചു. അദ്ദേഹം നന്ദരാജവംശത്തെ അട്ടിമറിച്ചുകൊണ്ട് മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിലുടനീളം തന്റെ ശക്തി വികസിപ്പിക്കാൻ അദ്ദേഹം തുനിയുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ബിന്ദുസാര ചക്രവർത്തി ഈ ഒരു സാമ്രാജ്യം ഇന്ത്യയുടെ മധ്യ തെക്കൻ പ്രദേശങ്ങളിലേക്ക് വികസിപ്പിക്കുകയും എന്നാൽ കലിംഗക്കടുത്തുള്ള പര്യവേഷണം ചെയ്യപ്പെടാത്ത ഈ ഗോത്ര വനപ്രദേശങ്ങളുടെ ചെറിയ ഭാഗം അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു. ഈ വലിയ യുദ്ധത്തിന് കലിംഗ കീഴടക്കിയതിനു ശേഷം മഹാനായ അശോകൻ സാമ്രാജ്യത്തിന്റെ സൈനിക വികാസം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലെ പാണ്ഡ്യരുടെയും ചോരരുടെയും രാജ്യങ്ങൾ മൗര്യ ചക്രവർത്തിയുടെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് അവരവരുടെ സ്വാതന്ത്ര്യം നിലനിർത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ വരുന്നത് വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഭരിച്ച ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. അശോകന്റെ ഭരണം അവസാനിപ്പിച്ച് 50 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ പതനം ആരംഭിക്കുകയും BC 155 മഗധയ്ക്ക് സുംഗമ രാജവംശം സ്ഥാപിതമായതോടെ ഈ ഒരു വംശം ഇല്ലാതായി പോയി എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇപ്പോ നമുക്ക് നെക്സ്റ്റ് ഒരു ചോദ്യം, ഹൗ ഡിഡ് ദ ഗുപ്ത സ്റ്റേറ്റ് എക്സ്പാൻഡ്? എങ്ങനെയാണ് ഈ ഗുപ്ത രാജ്യം എങ്ങനെയാണ് ഈ വികസിച്ചു വന്നത് എന്നുള്ളത്
ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഉത്തരം നൽകുക എന്നുള്ളത് നമുക്കറിയാം, ഒരു യുദ്ധത്തിൽ ഒരു സംസ്ഥാനം ജയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ രാജ്യങ്ങളുമായിട്ട് വിവാഹ സംഖ്യകൾ ഏർപ്പെട്ടുകൊണ്ടോ ഗുപ്തൻ തങ്ങളുടെ സംസ്ഥാനം എന്ത് ചെയ്തു, ആദ്യം വികസിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ രാജാവായ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ എന്ത് ചെയ്തു, മഹാരാജാധിരാജ എന്ന പദവി സ്വീകരിക്കുകയും അദ്ദേഹം ഒരു ലിച്ഛാവി രാജകുമാരിയെ വിവാഹം കഴിച്ചു സ്വർണ്ണ നാണയങ്ങളുടെ ഒരു പരമ്പരയിൽ എന്ത് ചെയ്തു ആഘോഷിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഗുപ്ത പ്രയാഗത്തിൽ കിഴക്കൻ ഉത്തർപ്രദേശിലെ ആധുനിക അലഹബാദ് ഭരിച്ചിരുന്നെങ്കിൽ വിവാഹസഖ്യം മഗധയെ അവരുടെ സാമ്രാജ്യത്തിലേക്ക് എന്ത് ചെയ്തു ചേർക്കാമെന്ന് എന്ത് ചെയ്തു അഭിപ്രായം നൽകുകയും ചെയ്തു. അങ്ങനെ അഹമ്മദ് സംഭവത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സമുദ്രഗുപ്തനെ കുറിച്ചുള്ള ഒരു നീണ്ട സ്തുതിഗീതം അനുസരിച്ച് BC 330 ചന്ദ്രഗുപ്തൻ തന്റെ മകൻ സമുദ്രഗുപ്തനെ തന്റെ എന്ത് ചെയ്തു പിൻഗാമിയായി നിയമിക്കുകയും സമുദ്രഗുപ്തന്റെ പടയോട്ടങ്ങൾ അദ്ദേഹത്തെ വിവിധ ദിശകളിലേക്ക് കൊണ്ടുപോവുകയും നിരവധി വിജയങ്ങൾക്ക് കാരണമായി അദ്ദേഹം എന്ത് നടത്തിയവരിൽ മറ്റുള്ളവർക്ക് ആഗ്രഹിക്കുന്നത് ചെറിയ സന്നദ്ധരായിരുന്നു. അങ്ങനെ ആര്യവാർത്ത ഭരണാധികാരികളുടെയും വിവിധ വനമേധാവികളുടെയും വടക്കൻ പ്രഭുക്കന്മാരുടെയും കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളുടെയും എല്ലാം നേപ്പാളിനും പുറമെ അവർ എന്ത് ചെയ്തു ഇവരുടെ ഈ ഒരു സാമ്രാജ്യത്തിന്റെ വ്യാപ്തി എന്തു അവർ കൊണ്ടുപോകാനും അവർക്ക് എന്ത് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ സമുദ്രഗുപ്തന്റെ ഭ്രമണത്തിൽ കൊണ്ടുവന്ന കൂടുതൽ വിദൂര പ്രദേശങ്ങൾ എന്ത് ചെയ്തു കീഴ്വഴക്കമുള്ളതായി കണക്കാക്കപ്പെടുകയും വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് എന്ത് ചെയ്തു രാജകുമാരന്മാരുടെ രാജാവ് ശകർ മുരുണ്ടകൾ സിംഹള ശ്രീലങ്കൻ ഭാഗത്തുള്ള സിംഹള വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദ്വീപുകളിലെയും നിവാസികൾ എന്നിവ എന്ത് ചെയ്തു ഇതിൽ ഉൾപ്പെടുകയും അവരെല്ലാം എന്തു അലഹാബാദിൽ പട്ടികപ്പെടുത്തി നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഗംഗാ താഴ്വരയും മധ്യ ഇന്ത്യയും നേരിട്ടുള്ള ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശങ്ങളായിരുന്നു ഇവകളെല്ലാം എന്നുള്ളത്. സമുദ്രഗുപ്തന് പിൻഗാമിയായി BC 380 അദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രഗുപ്ത രണ്ടാമൻ അധികാരമേൽക്കുകയും ചന്ദ്രഗുപ്ത രണ്ടാമന്റെ പ്രധാന പടയോട്ടങ്ങൾ ഉജ്ജയിലെ ശക ഭരണകാരികൾക്കെതിരെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ വിജയ വെള്ളി നാണയങ്ങളുടെ ഒരു പരമ്പരയിലൂടെ എന്ത് ചെയ്തു അദ്ദേഹം ആഘോഷിക്കുകയും വടക്കൻ ഡെക്കാനോട് ചേർന്നുള്ള ഗുപ്ത പ്രദേശം എന്ത് ചെയ്തു പ്രദേശത്തെ ശതവാഹന്മാരുടെ പിൻഗാമികളായവ അങ്ങനെ രാജവംശവുമായുള്ള വിവാഹത്തിലോ സഖ്യത്തിലോ എന്ത് ചെയ്തു അത് ഉറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു മഗധയുടെ ഉയർച്ച, അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യത്തിലേക്ക് ഉയർച്ച എന്നുള്ളത്. ഇവിടെ ഈ ഒരു സാമ്രാജ്യങ്ങളായിരുന്നു മെയിനായിട്ട് എന്ത് ചെയ്തു വലിയ രീതിയിൽ ഇത് ഉയർന്നു വരുന്നത്. 16 ജനപദങ്ങളിൽ മഗധയായിരുന്നു ഏറ്റവും ടോപ്പായിട്ട് എന്ത് ഉയർന്നു വന്ന സ്റ്റേറ്റ് എന്നുള്ളത്. സോ നമുക്ക് വൺ വേർഡ് ആയിട്ടുള്ള കുറച്ച് ഫസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ മോഡലാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. പുരാവസ്തു തെളിവുകൾ ഏത് തരത്തിലുള്ള അധികാരമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ദുർബലമായുള്ള അധികാരം, രാജ്യത്ത് ശക്തമായ കേന്ദ്രീകൃത അധികാരം, വികേന്ദ്രീകൃത അധികാരം. അപ്പൊ ഈ ശക്തമായ കേന്ദ്രീകൃത അധികാരമാണ് ഈ ഒരു പുരാവസ്തു തെളിവുകൾ നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. മഹാസനി മതത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. മീൻസ് തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ്, മഹാനായ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവ്, അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. അപ്പൊ മഹാനായ തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നുള്ളതാണ് ഈ ഒരു മഹാസനി മതത്തിന്റെ അർത്ഥം എന്നുള്ളത്. ഓക്കെ, ദ കിങ്സ് ദ സ്റ്റഡീസ് വാസ് ദ പ്രൊട്ടക്ടർ. രാജാവിന്റെ കടമ സംരക്ഷിക്കുക എന്നതായിരുന്നു ധർമ്മം, മതവിശ്വാസങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യം എന്താണ് ധർമ്മമായിരുന്നു അല്ലെ. അപ്പൊ ജനങ്ങളുടെ സംരക്ഷകൻ എന്ന് ആരെയാണ് വിളിച്ചിരുന്നത്? ഹു ഹാസ് ദ കാൾഡ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ പീപ്പിൾ അല്ലെ. ആരായിരുന്നു? ദൈവം, രാജാവ്, ജനങ്ങൾ, ഭരണോദ്യോഗസ്ഥർ ആരാണ്? രാജാവായിരുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ദ റീജിയൻ വേർ ലിവ്ഡ് ദ പീപ്പിൾ ഓഫ് ദ ട്രൈബ് വാസ് ഗാൾഡ് അല്ലെ. ഗോത്രത്തിലെ ജനങ്ങൾ താമസിച്ചിരുന്ന പ്രദേശം ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. സംസ്ഥാനം 2 രാജ്യം 3 പ്രാന്തപ്രദേശമായിരുന്നു. ജനപദമായി മീൻസ് ജനങ്ങളായിരുന്നു. ജനം എന്നുള്ള സ്ഥലമായിരുന്നു. ഗോത്ര ജനങ്ങൾ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ എന്തായിരുന്നു അറിയപ്പെടുന്നത്? ജന എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, പുരാവസ്തു തെളിവുകൾ ഏത് തരത്തിലുള്ള അധികാരമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ദുർബലമായിട്ടുള്ള അധികാരം, B രാജ്യത്വം, ശക്തമായ കേന്ദ്രീകൃത അധികാരം, 3 വികേന്ദ്രീകൃതമായ അധികാരം. എന്നാൽ ശക്തമായി കേന്ദ്രീകൃത പുരാവസ്തു തെളിവുകൾ ഏത് തരത്തിലുള്ള അധികാരമാണ് കണ്ടെത്തിയത്? പിന്നെ ദക്ഷിണപദം ഇവയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഏത്? മഗധയുടെ ആയിരുന്നു. കലിംഗയായിരുന്നു. വിജയനഗരത്തിന്റെ കീഴിലായിരുന്നു. ബീജാപുരിന്റെ ഏതിന്റെ കീഴിലായിരുന്നു? ദക്ഷിണപദം മഗധയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നെ മഹാനായ അശോകൻ സാമ്രാജ്യത്തിന്റെ സൈനിക വികാസം അവസാനിപ്പിച്ചത് കലിംഗ യുദ്ധത്തിലൂടെയാണ്. അതുപോലെ തന്നെ അശോകന്റെ സിംഹ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സാരനാഥിലാണ്. ആരാണ് ഈ പദവി സ്വീകരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ മഹാരാജാധിരാജ എന്ന പദവി സ്വീകരിച്ചതാണ് ഈ അശോക കാലഘട്ടത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു. അവർ ഉപയോഗിച്ച രീതി മഹാരാജാധിരാജ എന്നുള്ളതായിരുന്നു. പിന്നെ അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ് എന്നുള്ളതാണ്? കൗടില്യനാണ്. അതുപോലെ മൗര്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രവിശ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നവർ ഏതാണ് എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മൗര്യ കാലഘട്ടത്തിലെ പ്രവിശ്യ തലസ്ഥാനം എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 4 തലസ്ഥാനങ്ങളെ കുറിച്ചും അവകളാണ് ഈ പറയപ്പെടുന്നത്. 7ാം നൂറ്റാണ്ടിലും 8ാം നൂറ്റാണ്ടിലും താംകുമാർ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? രാജകുമാര
മാറി എന്നുള്ളത് തന്നെയാണ്. ചന്ദ്രഗുപ്ത രണ്ടാമനുള്ള സമുദ്രഗുപ്തന്റെ പിൻഗാമിയായിട്ട് വന്നതും 4-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത് ഗുപ്ത സാമ്രാജ്യമാണെന്നും നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആദ്യകാല സംസ്ഥാനങ്ങൾ എന്നുള്ള ഭാഗത്തിൽ നമ്മൾ എന്തെന്ന് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇനി നമുക്ക് പറയാനുള്ളത് 31-ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, എന്താണ് മധ്യകാല രാഷ്ട്രീയം എന്നുള്ള രാഷ്ട്രം എന്നുള്ള ഭാഗമാണ് നമുക്കിതിൽ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇനി പറയാനുള്ളത് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള വരുന്നതാണ്. എന്താ ബ്രാക്കറ്റിൽ ഉചിതമായ വാക്ക് ഉപയോഗിച്ചോ ഇവകൾ പൂരിപ്പിക്കുന്നതാണ്. ചക്രവർത്തി തന്റെ സേവനത്തിൽ ചേരാൻ പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. കൂടാതെ ഡാഷ് മുഗൾ ഭരണ ഒരു പ്രധാന ഭാഗമായി എന്നുള്ളതാണ്. ഏതാണ് ഇറാനിയൻ ഭാഗമായി, കൂടാതെ ഇറാനിയൻ മുഗൾ സാമ്രാജ്യ ഭരണ സാധാരണത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുൽത്താൻ തൊട്ടു പിന്നാലെ സുൽത്താനേറ്റിന്റെ കീഴിൽ ഡാഷ് എന്നത് സർക്കാരിന് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വഹിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ഒരു വാസിലി എന്ന ഒരു ഓഫീസ് സർക്കാർ ഉണ്ടായിരുന്നു. മുഗളരുടെ കീഴിൽ ഡാഷ് എന്ന സംസ്ഥാനത്തിന് വേണ്ടി വരുമാനം ശേഖരിക്കുന്നുള്ള ഒരു ഓഫീസായി വികസിപ്പിച്ചെടുത്തു എന്ന് മൻസബ് സദാസ് ജാഗിർ, അതായിരുന്നു ജാഗിർ എന്നായിരുന്നു സംസ്ഥാനത്തിന് വേണ്ടി വരുമാനം ശേഖരിക്കുന്ന ഒരു മുഗളരുടെ കീഴിലുള്ള ഒരു മേഖല എന്നുള്ളത്. ഇൽത്തുമിഷ് മുതൽ സുൽത്താനേറ്റിന് കീഴിലുള്ള സ്റ്റാൻഡേർഡ്സ് നാണയം ഡാഷ് ധാന്യങ്ങൾ തൂക്കമുള്ള വെള്ളി ടാഗുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏകദേശം നമുക്കുണ്ടായിരുന്ന 175 സ്റ്റാൻഡേർഡ്സ് നാണയമാണ് ധാന്യങ്ങളാൽ തൂക്കമുള്ള നാണയങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് വിശാലമായുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ നമുക്കറിയാം മുഹമ്മദ് ഗൗരിയുടെ പങ്ക് ചുരുക്കി വിവരിക്കുക എന്നുള്ളതാണ്. അപ്പോ എന്തായിരുന്നു മുഹമ്മദ്? ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, വടക്കേ ഇന്ത്യ എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഗോറി രാജവംശത്തിലെ ഒരു ഭരണാധികാരിയായിരുന്നു ആര്? മുഹമ്മദ് ഗൗരി എന്നുള്ളത്. മുഹമ്മദ് ഗൗരി അഥവാ ഷിഹാബുദ്ദീൻ ഗൗർ നഗരം ആധുനിക അഫ്ഗാനിസ്ഥാൻ തിരിച്ചുപിടിക്കുകയും ഗോർവാന്റെ ആധിപത്യത്തിന് എന്നത് സാമ്രാജ്യവുമായുള്ള മത്സരത്തിന്റെ സഹോദരൻ ഗിയാസുദ്ദീനെ സഹായിച്ചു. അദ്ദേഹം മുൾട്ടാൻ പിടിച്ചെടുക്കുകയും അങ്ങനെ ലാഹോറിലെ ഗസ്നാവിസ് പ്രിൻസിപ്പാലിറ്റി പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സഹോദരൻ ഗിയാസുദ്ദീന്റെ മരണശേഷം അദ്ദേഹം സാമ്രാജ്യത്തിന്റെ പിൻഗാമിയായി മാറുകയും ആധുനിക പാകിസ്ഥാൻ വധിക്കപ്പെടുന്നത് വരെ അദ്ദേഹം പിൻഗാമിയായിട്ട് അദ്ദേഹം അവിടെ നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. ബൽബന്റെയും ഖിൽജിയുടെയും കാലഘട്ടത്തിലെ പ്രധാന സവിശേഷതകൾ സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അടിമ രാജവംശത്തിലെ പ്രശസ്ത ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ബാൽബൻ. അതുപോലെ തന്നെ പകൽ സമയത്ത് ഡൽഹി കൊള്ളയടിച്ച മിയോ അല്ലെങ്കിൽ മായോ എന്ന മാവോയിലെ ജനങ്ങൾക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന സൈനിക നടപടി. ഇത് തടയുന്നതിൽ അദ്ദേഹം വലിയ തോതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മരണം വരെ അദ്ദേഹം തന്നെ ഡൽഹിയുടെ സുൽത്താനായി തുടരുകയും അദ്ദേഹത്തിന്റെ ചെറുമകനായ മുഹീദ്ദീൻ ഹൈദരാബാദ് അദ്ദേഹത്തിന്റെ ശേഷം അധികാരത്തിലെത്തുകയും എന്നാൽ ബൽബന്റെ പിൻഗാമികൾ ദുർബലരായ ഭരണാധികാരികളായതിനാൽ തന്നെ ബാൽബൻ ഭരണത്തിന്റെ അവസാനം അടിമ രാജവംശത്തിന്റെ അവസാനത്തിലേക്ക് നയിക്കുകയും അടിമ രാജവംശത്തിന്റെ അവസാനത്തിന് ശേഷം ജലാലുദ്ദീൻ ഫിറോസി ഖൽജി ഡൽഹി ഭരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഖൽജി ഒരു മികച്ച തന്ത്രജ്ഞനായിരുന്നു. നിരവധി മംഗോളിയൻ ആക്രമണങ്ങളിൽ അദ്ദേഹം ഇന്ത്യയെ സംരക്ഷിക്കുകയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകീകരണത്തിന് കാരണമാവുകയും അദ്ദേഹം അറിയിക്കപ്പെട്ടു എന്നുള്ളതാണ്. ലോക ജേതാവാകാൻ അദ്ദേഹം സ്വപ്നം കണ്ടു. രണ്ടാമത്തെ അലക്സാണ്ടർ എന്ന അർത്ഥം വരുന്ന സിക്കന്ദർ സാനി എന്ന പദവി അദ്ദേഹം സ്വയം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നെക്സ്റ്റ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലം സുൽത്താനേറ്റിന്റെ ഉന്നതിയും അതിന്റെ പതനത്തിന്റെയും തുടക്കവും അടയാളപ്പെടുത്തിയ അഭിപ്രായം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലം എന്നുള്ള സുൽത്താനേറ്റിന്റെ ഉന്നതിയും അതിന്റെ പതനത്തിന്റെ തുടക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം തുഗ്ലക്ക് ഭരണം 1296 മുതൽ 1335 വരെ തുടരുകയും ഈ യുഗം തുടർച്ചയായിട്ടുള്ള കേന്ദ്രീകരണവും വികാസവുമായി കൊണ്ട് അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. എന്നാൽ തിമൂറിന്റെ ആക്രമണത്തിൽ തൊട്ടു പിന്നാലെ തുഗ്ലക്ക് രാജവംശം അവസാനിക്കുകയും സയ്യിദ് രാജവംശത്തിന്റെ ഭരണം ഹ്രസ്വകാലമായി മാറുകയും ചെയ്തത്. അതുപോലെ ലോധികൻ അഫ്ഗാൻ വംശജരായിരുന്നു. ഇത് തുർക്കി ഭരണത്തിന്റെ അന്ത്യം കുറിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മധ്യകാല രാഷ്ട്രത്തിന്റെ സ്വഭാവം പരിശോധിക്കുക എന്നുള്ളതാണ് മറ്റൊരു. എക്സാമിൻ ദ നാച്ചേഴ്സ് ഓഫ് ദ മെഡീവൽ സ്റ്റേറ്റ് എന്നുള്ളതാണ്. മുസ്ലിം ഭരണത്തിന് കീഴിലുള്ള മധ്യകാല രാഷ്ട്രം ഒരു ദിവ്യാധിപത്യ രാഷ്ട്രമായിരുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരികൾ അല്ലെങ്കിൽ സുൽത്താൻമാർ പുരോഹിതരുടെ മാർഗനിർദ്ദേശ പ്രകാരം ദൈവത്തിന്റെ പ്രതിനിധിയായി രാജ്യം ഭരിച്ചു. അവർ സൈനിക സ്വഭാവമുള്ളവരും പ്രഭുക്കന്മാരുമായിരുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ പറയാനുള്ളത് 16-17 നൂറ്റാണ്ടുകളിലെ മുഗളന്മാരുടെ ഭരണം വിലയിരുത്തുക എന്നുള്ളതാണ്. മുഗൾ ചക്രവർത്തിമാർ തിമൂറികളുടെ
പിൻഗാമികളായിരുന്നു. മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിന്റെ അദ്ദേഹം ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുകയും അങ്ങനെ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. മുഗൾ ഭരണ സാമ്രാജ്യം വികസിപ്പിച്ച അക്ബറിന്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യം അതിന്റെ പ്രതാപം കൈവരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു സാമ്രാജ്യം മറ്റു മതങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനം കാരണം ഇസ്ലാം ഇന്ത്യയിലെ ജനങ്ങളുടെ വലിയൊരു സ്നേഹം ആസ്വദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭരണം ഇന്ത്യയിലെ മഹത്തായ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സംഗീതം, കല, സാഹിത്യം എന്നിവ വളരെയധികം വികസിപ്പിക്കുകയും അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ജഹാംഗീർ ഇന്ത്യയുടെ ചക്രവർത്തിയാവുകയും അക്ബറിന്റെ ചെറുമകൻ ഷാജഹാൻ വസ്തുവിദ്യക്ക് പേര് കേട്ടവരായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവരിൽ ഏറ്റവും ശ്രദ്ധേയമായത് താജ്മഹൽ, ജുമാ മസ്ജിദ്, അതുപോലെ ഡൽഹി ചെങ്കോട്ട എന്നിവയാണ്. ഷാജഹാന് ശേഷം മറ്റൊരു പ്രശസ്ത ഭരണാധികാരി ഔറംഗസീബ് ആയിരുന്നു. അദ്ദേഹം മൗലികവാദത്തിന് പേര് കേട്ട വ്യക്തി കൂടിയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റു മതസ്ഥരുടെ മേൽ ഇസ്ലാമിനെ അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. നിരവധി ഹിന്ദുക്കളും സിഖുകാരും ഇതിൽ എതിർക്കുകയും മറാത്തരുമായി ഏകദേശം 20 വർഷം യുദ്ധം ചെയ്തു മുഗൾ സാമ്രാജ്യം വികസിപ്പിക്കാനും അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, രാജാവിന്റെ വ്യക്തിത്വം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, പൊതുജനങ്ങൾ സുൽത്താനും മര്യാദകൾ പാലിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ അവരുടെ സ്ഥാനത്തേക്കാൾ പരിമിതമായ പ്രോട്ടോകോളുകൾ ഉണ്ടായിരുന്നു. തന്റെ അധികാര പരിധി നിരന്തരം നാടകീയമാക്കാൻ തന്റെ വ്യക്തിയിൽ ദൃശ്യമാകുന്ന ഏറ്റവും വലുതും ഏറ്റവും സമ്പന്നവും അതിര് കടന്നതും വിലപ്പെട്ടതുമായ വസ്തുക്കളായിരുന്നു സുൽത്താൻമാരുണ്ടായിരുന്നത്. പ്രവിശ്യ ഭരണത്തെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുന്നത്, പ്രവിശ്യ ഭരണത്തിന്റെ ഉത്ഭവം കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. കൊളോണിയൽ അധികാരികൾ അവരുടെ കൊളോണികളിൽ നിന്ന് കമ്പനികൾ നടത്തിയിരുന്നു. കൊളോണിയൽ ജനതയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവർ നികുതി പിരിക്കുകയും കോളനികളുടെ നീതിന്യായ പ്രക്രിയയിൽ പങ്കുകൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം വിവരിക്കുക എന്നുള്ളത്, സുൽത്താനേറ്റ് 1206 മുതൽ 1526 വരെ ഇന്ത്യ ഭരിച്ചു. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് ഗസ്നിയിലെ മഹ്മൂദ് ഗസ്നിയാണ്. 1000 മുതൽ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങിയ അദ്ദേഹം ഏകദേശം 25 വർഷത്തോളം അക്രമം തുടരുകയും ഈ കാലം അദ്ദേഹം ഏകദേശം 17 തവണ ഇന്ത്യ ആക്രമിക്കുകയും ഇന്ത്യയെ കൊള്ളയടിച്ച് ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ശേഖരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യവും. ഇന്ത്യയിൽ നിന്നുള്ള കൊള്ളകൾ കൊണ്ട് അദ്ദേഹം തന്റെ ഖജനാവ് നിറക്കുകയും അക്കാലത്ത് സോമനാഥ്, കനൌജ്, തനേസർ, മധുര തുടങ്ങിയ ക്ഷേത്ര നഗരങ്ങൾ വളരെ സമ്പന്നവും സമ്പുഷ്ടവുമായിരുന്നു എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത്, ഗസ്നിയിലെ മഹ്മൂദ് അവരെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചിരുന്നു. AD 1030 അദ്ദേഹം മരിക്കുകയും എന്നാൽ ഇന്ത്യയിൽ മുഹമ്മദ് ഗൗരി ആക്രമണങ്ങൾ തുടരുകയും മുഹമ്മദ് ഗൗരിക്ക് കൊള്ളയടിക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു. ഇന്ത്യയുടെ ചക്രവർത്തിയാകാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു എന്നുള്ളതാണ്. 1191 പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും 1193 അദ്ദേഹം വീണ്ടും ആക്രമണം നടത്തി. ഇത്തവണ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകയും അദ്ദേഹം കുതുബുദ്ദീൻ ഐബക്കിനെ തന്റെ ജനറലാക്കി 1900 മുഹമ്മദ് ഗൗരി കൊല്ലപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജനറൽ കുതുബുദ്ദീൻ ഐബക്ക് അഫ്ഗാൻ രാജ്യത്തിന് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയും അടിമ രാജവംശം എന്നറിയപ്പെടുന്ന സ്ഥാപിക്കുകയും ചെയ്തു. ഈ രാജവംശം ഏകദേശം 300 വർഷത്തോളം ഇന്ത്യ ഭരിച്ചു. പകരം മുഗൾ രാജവംശം നിലവിൽ വരികയും ചെയ്തു എന്നുള്ളതാണ്. ഈ കാലഘട്ടം ഇന്ത്യയിലേക്ക് പുതിയ ചിന്തകളും ആശയങ്ങളും മതവും കൊണ്ടുവന്നു. ഇവരെ ദേശീയമായിട്ട് ഭരിച്ചിരുന്ന ഇന്ത്യക്ക് വിദേശ ഭരണാധികാരികളും പുതിയ ചിന്തകളും പുതിയ മതത്തെ കുറിച്ച് ക്രമീകരിക്കലും ഒക്കെ ക്രമീകരിക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കിനി ചർച്ച ചെയ്യുന്നത് ചാപ്റ്റർ 32 കൊളോണിയൽ സ്റ്റേറ്റ് എന്നുള്ള ഭാഗമാണ്. ഓക്കെ, സോ കൊളോണിയൽ സ്റ്റേറ്റ് അല്ലെ, നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കടന്നു വരുന്നത്. കാരണം നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു കാര്യത്തില് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് നോക്കൂ, ചോദ്യം ഒഴിവുകൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഡാഷ് നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ക്ഷയിച്ചു എന്നുള്ളതാണ്. 18ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് മുഗൾ സാമ്രാജ്യം ക്ഷയിക്കുന്നതും. അങ്ങനെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ 1ാം കാലഘട്ടത്തിൽ ഡാഷ് വരെ ബ്രിട്ടീഷ് താല്പര്യങ്ങൾ പ്രധാനമായി ഇന്ത്യയുമായുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തകയിലായിരുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നു 1813 മുതൽ അല്ലെ. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയും സമൂഹവും പ്രധാനമായും ഡാഷ് വിപ്ലവം മൂലമുണ്ടായ ഒരു വലിയ പരിവർത്തനത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. ഏതായിരുന്നു വ്യാവസായികപരമായിട്ടുള്ള വലിയ വിപ്ലവത്തിലൂടെ കടന്നു പോവുകയും ബ്രിട്ടീഷ് വ്യവസായിയുടെ താല്പര്യങ്ങൾ ഇന്ത്യയെ അവരുടെ ഡാഷ് സാധനങ്ങളുടെ വിപണിയായി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ബ്രിട്ടീഷ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദനത്തിന്റെ വിപണിയായിട്ട് ഇന്ത്യ മാറി എന്നുള്ളതാണ്. ചോദ്യം വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുന്ന ഡാഷ് പേർഷ്യൻ ഭാഷ മുഗൾ രാജവംശത്തിന് ഔദ്യോഗിക ചിഹ്നമായിരുന്നു. തുടർന്നു എന്തായിരുന്നു 1835 തലസ്ഥാന നഗരത്തിലെ ഉദാഹരണത്തിന് ബോംബെയിൽ ദൃശ്യമായ ഡാഷ് നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ പ്രവിശ്യ ഭരണത്തിന് പട്ടണത്തിന് ഇല്ലാതിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 19ാമത്തെ നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ പ്രവിശ്യ പട്ടണത്തിന് ഇല്ലാതിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു സ്മാരക ചരിത്രം എഴുതിയതിനു ശേഷം ജെയിംസ് മിൽ
ഡാഷിൽ ഒരു മുതിർന്ന കമ്പനി ഉദ്യോഗസ്ഥനായി മാറി. 1819 സർ വില്യംസ് ജോൺസൺ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു ഭാഗം വിവർത്തനം ചെയ്യുകയും 1785 ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇനി നമുക്ക് പറയാനുള്ളത് ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, എന്നാൽ ചോദ്യം വന്നത് കൊളോണിയൽ രാഷ്ട്രത്തിന്റെ അർത്ഥവും സ്വഭാവവും വിവരിക്കുക എന്നുള്ളതാണ്. ഡിസ്ക്രൈബ് ദ മീനിങ് ആൻഡ് മെസേജ് ഓഫ് ദ കൊളോണിയൽ സ്റ്റേറ്റ് എന്നുള്ളതാണ്. കൊളോണിയൽ രാഷ്ട്രം എന്നാൽ പരമാധികാരം എന്നാണ് അർത്ഥമാക്കുന്നത്. അല്ലെ, മൊത്തമായിട്ട് അവരുടെ അണ്ടറിൽ കൊണ്ടുവരുന്ന അവസ്ഥ, അതായത് ഒരു വിദേശ നയ സ്ഥാപനം ഒരു രാജ്യത്തെ ഭരിക്കാനും നിയന്ത്രിക്കാനുമല്ല നിയമപരമായി ആശ്രയിക്കുന്ന അധികാരത്തെയാണ് ഇവിടെ പറയുന്നത്. കൊളോണിയൽ സർക്കാരിന് ഒരു കുത്തക ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നികുതി പിരിക്കാനുള്ള ഒരു കേന്ദ്രീകൃത ഭരണകൂടം, ഒരു കേന്ദ്രീകൃത നിയമവ്യവസ്ഥ, ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും പ്രൊഫഷണൽ സ്റ്റാഫ് എന്നീ പ്രാദേശിക അതിർത്തികൾ എന്ത് ചെയ്തു നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നയം നടപ്പിലാക്കൽ താഴ്ന്ന തലത്തിലാണ് നടന്നത്. കൊളോണിയൽ രാഷ്ട്രം പ്രാദേശിക സമൂഹത്തെ എങ്ങനെ ബാധിച്ചു എന്നതിൽ പെട്രോളിംഗ് ക്ലിയറൻസ് ബന്ധം പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് നോക്കൂ. കൊളോണിയലിസത്തിന്റെ പ്രത്യയശാസ്ത്രവും ശാസ്ത്രജ്ഞനും എന്തായിരുന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്ത് നിന്നുള്ള ആളുകൾ കോളനികൾ സ്ഥാപിക്കുകയും ഏറ്റെടുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്താണ്, ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്ത് നിന്നുള്ള ആളുകൾ കോളനി സ്ഥാപിക്കുകയും ഏറ്റെടുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. മെട്രോപൊളിറ്റൻ കോളനികളുടെ പരമാധികാരം തീരുമാനിക്കുകയും അവരുടെ ഇഷ്ടാനുസരണം കോളനികൾ ചേർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണിത്. കൊളോണിയലിസം എന്നത് മെട്രോപൊളിനും അതുപോലെ കോളനിക്കും ഇടയിലുള്ള കോളനി നിവാസികൾക്കും തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കും ഇടയിലുള്ളതുമായുള്ള അസമമായുള്ള ബന്ധമാണ് എന്ന് പറയുന്നത്. എന്താണ് ഈ കൊളോണിയലിസം എന്ന് പറയുന്നത്? കൊളോണിയൽ ഉപകരണത്തെ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്, ലോർഡ് കോൺവാലിസ് കമ്പനി സേവകരുടെ ഒരു പ്രൊഫഷണൽ കോഡർ സൃഷ്ടിച്ചു. ഉയർന്ന തലത്തിലുള്ള തസ്തികകൾ ബ്രിട്ടീഷുകാർക്കായി നീക്കിവെക്കുകയും ചെയ്തു. മത്സര പരീക്ഷകൾക്കായി കമ്പനി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളെയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഏഷ്യയിലെ ഏറ്റവും കാര്യക്ഷമമായ സൈന്യമായിരുന്നു കമ്പനിയുടെ സൈന്യം എന്നുള്ളത്. വളരെ കുറച്ച് ഇന്ത്യക്കാരെ മാത്രമേ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതും താൻ തസ്തികളിൽ ബ്രിട്ടീഷുകാർ പുതിയ സർവകലാശാല അങ്ങനെ അതുപോലെ ആരംഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ സതി സമ്പ്രദായം പോലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട സാമൂഹിക തിന്മകളും അവർ നീക്കം ചെയ്യുകയും വിധവാ പുനർവിവാഹം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത് മെൻഷൻ ദ ചേഞ്ച് ഓഫ് ദ അണ്ടർ ദ കൊളോണിയൽ സ്റ്റേറ്റ്, കൊളോണിയൽ ഭരണകൂടത്തിന് കീഴിലുള്ള മാറ്റങ്ങൾ പരാമർശിക്കുക എന്നുള്ളതാണ്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം എന്ത് ചെയ്തു, ആധുനികവൽക്കരിച്ചു. ഈ ആധുനിക സംഘടന കാരണം പാശ്ചാത്യ ചിന്തകൾ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാൻ ഇത് ഇന്ത്യൻ യുവതികളെ പ്രചോദിപ്പിച്ചു. സ്വാതന്ത്ര്യ പ്രസ്ഥാനം ആരംഭിക്കാനും ഇത് അവരെന്ത് പ്രചോദിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനാണ് ഇന്ത്യയിലെത്തിയത്. ബ്രിട്ടനിലെ അവരുടെ ഫാക്ടറികൾക്കായി അവർ ഇന്ത്യയിൽ നിന്ന് വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി. പൂർത്തിയായ സാധനങ്ങൾ വീണ്ടും ഇന്ത്യയിൽ ഉയർന്ന വിലയ്ക്ക് വിറ്റുകയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പരമ്പരാഗത കുടിൽ വ്യവസായത്തെ ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇതിനകം തന്നെ സമ്പന്നരായിരുന്ന ഉയർന്ന വർഗ്ഗക്കാരായ ഇന്ത്യക്കാർക്ക് മാത്രമേ പ്രയോജനം ചെയ്തിട്ടുള്ളൂ. താഴ്ന്ന വിഭാഗത്തിന്റെ സ്ഥാനം വഷളാവുകയും പ്രത്യേകിച്ച് പാട്ടുകളും നൃത്തങ്ങളും അനുഗമിക്കുന്ന ഗ്രാമീണ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൊളോണിയൽ കാലഘട്ടത്തെ ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ലെവലിൽ പറയുന്നുള്ളൂ. വളരെ വിശാലമായിട്ട് നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യണം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ചാപ്റ്ററുകൾ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് പാർട്ട് ബി നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഈ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് ലൈബ്രറിയുടെ വരാം. അതുവരെ നമുക്ക് ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ഇനി മനസ്സിലാവാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മറ്റു പാഠഭാഗങ്ങളെ കുറിച്ചുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യപ്പെടാം. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഈ ഷോർട്ട് ടൈം നമ്മൾ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. കൃത്യമായി നിങ്ങൾ ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുവരെ ഒരു ഷോർട്ട് ടൈം നമ്മൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.